എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹിതന്മാരെ, ഒന്നാം ഖലീഫയാകുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ 40,000-ഓളം ദിർഹം പരസ്യമായിക്കൊണ്ടും അത്രയും തന്നെ ദിർഹം രഹസ്യമായിക്കൊണ്ടും ദാനധർമ്മം നടത്തുകയുണ്ടായി. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ടവർക്ക് ധരിക്കാനുള്ള ഉടയാട ഒഴിച്ച് ബാക്കി അവശേഷിക്കുന്നത് മൊത്തവും അർഹതപ്പെട്ട ആളുകളുടെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു. അതിനെ തുടർന്ന് ഒടുതുണിക്കോ മറുതുണി മാറ്റിയൊടുക്കാനില്ലാത്ത കാരണത്താൽ 3 ദിവസത്തോളം വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുകയോ പ്രവാചകന്റെ സദസ്സിൽ സജീവ സാന്നിധ്യം കൊണ്ട് അരുളിയിരുന്ന ബഹുമാനപ്പെട്ടവർ പങ്കെടുക്കുകയോ ചെയ്തിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിലവിലത്തെ സാഹചര്യം അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന് വല്ലതും നൽകാൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ച് ആരാഞ്ഞുകൊണ്ട് അവിടുത്തെ ഭാര്യമാരെ സമീപിച്ചപ്പോൾ അവർക്ക് ജീവിതാവശ്യത്തിന് ഉതകുന്നതല്ലാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകിക്കൊണ്ട് സഹായിക്കാൻ കഴിയുന്നതായിട്ടൊന്നും ആ ഒരു സന്ദർഭത്തിൽ ഇല്ലായിരുന്നു. തുടർന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുത്തെ കരളിന്റെ കഷ്ണമായ മകളെ സമീപിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിലവിലത്തെ സാഹചര്യം പറയുകയാണ്. മഹദി വല്ലാണ്ടങ്ങ് ദുഃഖിച്ചു, പ്രയാസത്തിലായി. കേട്ടപാടെ വല്ലാണ്ടങ്ങ് വേദനിക്കുകയാണ്. കാരണം മഹദിക്കും കൊടുക്കാൻ, ബഹുമാനപ്പെട്ടവരുടെ പ്രയാസത്തിൽ പങ്കാളിയാകാൻ, എന്തെങ്കിലും നൽകിക്കൊണ്ട്, സഹായം നൽകിക്കൊണ്ട് ഒരു താങ്ങാകാനുള്ള ഭൗതികമായ സാഹചര്യം മഹദിയുടെ ഭവനത്തിലും ഉണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനോവേദനയോടെ അവിടെ നിന്നും മടങ്ങുകയാണ്. ഈ സമയത്ത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ വീടിനകത്ത് സൂക്ഷിച്ചിരുന്ന തൻ്റെ വിവാഹത്തിൻ്റെ വേളയിൽ സന്ദർഭത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗിഫ്റ്റ് നൽകിയ പനനാര് നിറച്ചതായ ഒരു പില്ലോ, തലയിണ, അതും മഹദി അവർകൾ സ്വന്തമായി നെയ്തുണ്ടാക്കിയ ഒരു മൂട് വസ്ത്രവും തൻ്റെ വേലക്കാരിയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് മഹദി അവർകൾ അവിടുത്തെ സർവന്റിനോടായിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഇതുമായി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ ചെന്നുകൊണ്ട് പറയണം, നിങ്ങൾ ഞങ്ങളുടെ പിതാവാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെയ്ത സഹായങ്ങളും സേവനങ്ങളും ഞങ്ങൾക്കറിയാം. ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് നൽകാനായിട്ട് എൻ്റെ കയ്യിൽ എൻ്റെ വിവാഹ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനിച്ച പനയോല നിറച്ച ഈ ഒരു ചെറിയ പില്ലോയും ഞാൻ സ്വന്തമായി നെയ്തുണ്ടാക്കിയ ഈ വസ്ത്രവുമല്ലാതെ ഈ സമയത്ത് നിങ്ങൾക്ക് നൽകാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന വാർത്തയും കൂടി ബഹുമാനപ്പെട്ടവരെ അറിയിക്കാൻ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ തൻ്റെ സർവന്റിനോട് പറഞ്ഞയക്കുകയാണ്. അതേ തുടർന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സർവന്റ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിലെത്തുകയും സലാം പറയുകയും ഫാത്തിമ ബീവിയുടെ സലാം കൈമാറുകയും തുടർന്ന് മഹദി അവർകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകാൻ ഏൽപ്പിച്ചതായ തലങ്ങണയും പില്ലോയും വസ്ത്രവും നൽകുകയാണ്. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നെയ്തുണ്ടാക്കിയ മൂട് വസ്ത്രം ധരിക്കുകയും നടക്കുമ്പോൾ തൻ്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി ഈത്തപ്പന മുള്ളുകൊണ്ട് അതിനെ ബന്ധിപ്പിക്കുകയും ആ വസ്ത്രത്തെ പരസ്പരം കോർക്കുകയും തുടർന്ന് ചെരുപ്പ് പോലും ധരിക്കാതെ പ്രിയപ്പെട്ട നേതാവാകുന്ന, സ്നേഹിതനാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വധനം കാണാൻ വേണ്ടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ഇനിയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈ സന്ദർഭത്തിൽ ആദരവായ പ്രവാചകന്റെ സമക്ഷത്തിൽ, സവിധത്തിൽ, സന്നിധിയിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സാന്നിധ്യമരുളുകയാണ്. ഏത് രൂപത്തിലാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏതൊരു രൂപത്തിലാണോ വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രവാചക സമക്ഷത്തിലേക്ക് കടന്നു വരുന്നത്, അതേ രൂപത്തിൽ മുമ്പൊരിക്കലും പ്രവാചകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത പുതിയ ഒരു രൂപത്തിലായിട്ട് മലക്കുകളുടെ നേതാവാകുന്ന മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചക സമക്ഷത്തിൽ സാന്നിധ്യമരുളുകയാണ്, കടന്നു വരികയാണ്. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പൊരിക്കലും ഈ രൂപത്തിൽ ജിബ്രീലിനെ അലൈഹിസ്സലാം ദർശിക്കാത്ത രൂപത്തിൽ കണ്ടപ്പോൾ അവിടുന്ന് ചോദിക്കുകയുണ്ടായി, എന്തേ പുതിയ ഒരു രൂപം? ഉടനെ തന്നെ വിനയാന്യതനായിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനോടായിക്കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ പുന്നാര നബിയെ, താങ്കൾ എന്നെ കണ്ടു, എന്നാൽ ആകാശലോകത്തുള്ള
വാനലോകത്തുള്ള സകലമാന മാലാകമാരും മുഴുവൻ മലക്കുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഐക്യദാർഢ്യവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടും ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് ഈ ഒരു വേഷമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, ഇന്നല്ലാഹ യുക്രിഉക സലാമ, അല്ലാഹു തആല അങ്ങയോട് സലാം ചൊല്ലിയിരിക്കുന്നു നബിയെ. മാത്രവുമല്ല വയഖൂലു ലക, അങ്ങയോട് പറഞ്ഞിരിക്കുന്നു, അബീബക്കറിൻ, അങ്ങ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണം, ഹൽ ഹുവ റാളിൻ അന്നി കമാ ഹുവ റാളിൻ അൻഹു, അല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അങ്ങ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നു നബിയെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്ത് നബിയോട് വന്ന് പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ഒരു സംഭവം ധരിപ്പിക്കുന്നതായ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇലാഹി, എന്റെ രക്ഷിതാവേ, അന അൻക റാളിൻ, ഞാൻ നിന്നെ തൊട്ട് തൃപ്തിപ്പെട്ടു, വ അൻത റാളിൻ അന്നീ, അല്ലാഹുവേ, നീ എന്നെ തൊട്ട് സാധുവായ അബൂബക്കറിനെ തൊട്ട് തൃപ്തിപ്പെട്ടു. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ കാണിച്ചു തന്ന ആ ഒരു നേർമാർഗം, ആ രേഖ, ഋജുവായ പാത, മാനവരാശിക്ക് മാർഗദർശനമായിട്ട് സ്വജീവിതം തന്നെ മാറ്റിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിക്കാൻ ആ ഉത്തമമായ ജീവിത മാർഗത്തെ, മാതൃകയെ നമ്മുടെ ജീവിതത്തിനോടൊപ്പം ചേർത്ത് വയ്ക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനുഭാവന്റെ ഹക്ക് ജാ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഹലാലായ നല്ല മുറാദുകളെ അള്ളാഹു തആല സബലീകരിച്ച് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.